ഒരു ചോദ്യം. നിങ്ങൾ ഇന്നിവിടെ ഈ സ്ക്രീനിന് മുന്നിൽ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഏതെങ്കിലും ഒരു എക്സാമിന് തോറ്റുപോയോ? അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് പുറത്തായോ? അതോ പ്രിയപ്പെട്ടവർ കൈവിട്ടോ? ജീവിതം മതിയാക്കാമെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ എനിക്കിനി ഒന്നിനും കഴിയില്ല എന്ന് ഉറപ്പിക്കുമ്പോൾ ഈ വീഡിയോ ഒന്ന് മുഴുവനായി കാണുക. ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ വാക്കുകളല്ല, ജീവിതം തിരിച്ചു പിടിച്ച ഒരാളുടെ കഥയാണ്. 2022 ഒരു രാത്രി തൃശ്ശൂരിലെ ഒരു സാധാരണ വീട്. അർജുൻ എന്ന 24 വയസ്സുകാരൻ തൻ്റെ മുറിയിലിരിക്കുകയാണ്. തുടർച്ചയായ 3 PSC പരാജയങ്ങൾ, വീട്ടുകാരുടെ ചോദ്യങ്ങൾ, നാട്ടുകാരുടെ നോട്ടം. താൻ എല്ലാവർക്കും ഒരു ഭാരമാണെന്ന് അവൻ ഉറപ്പിച്ചു. അന്ന് രാത്രി അവൻ തൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു മുറി ഉള്ളിൽ നിന്ന് പൂട്ടി. അവനൊരു തീരുമാനമെടുത്തു, എല്ലാം അവസാനിപ്പിക്കാൻ. പക്ഷേ ആ നിമിഷം പുറത്തൊരു ശബ്ദം കേട്ടു. വാതിലിൽ ഒരു മുട്ട്. അയൽപ്പക്കത്തെ ഒരു അങ്കിളായിരുന്നു അത്. മോനെ, ഉറങ്ങിയില്ലേ? ദാ ഈ ചായ കുടിച്ചിട്ട് കിടന്നു. ആ ഒരൊറ്റ മുട്ട്, ആ ഒരു ഗ്ലാസ് ചായ അർജുൻ്റെ ചിന്തകളെ മാറ്റിമറിച്ചു. അന്ന് രാത്രി അവനെടുത്ത ആത്മഹത്യാപരമായ തീരുമാനം അവൻ മാറ്റി. ഇന്ന് അർജുൻ ആരാണെന്നറിയാമോ? ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സുള്ള, മാസം ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരു സക്സസ്ഫുൾ യൂട്യൂബർ. അർജുൻ പറയും, അന്ന് ഞാൻ തോറ്റത് പരീക്ഷയിലല്ല, എൻ്റെ മനസ്സിലായിരുന്നു. പക്ഷേ ആ വാതിലിൽ ഒരാൾ മുട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാകില്ലായിരുന്നു. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയാമോ? നമ്മൾ പരാജയത്തെ ഒരു റിസൾട്ടായി കാണുന്നു. പക്ഷേ പരാജയം ഒരു പ്രോസസ്സാണ്. തോമസ് ആൽവ എഡിസൺ 10,000 തവണ പരാജയപ്പെട്ടു. പക്ഷേ അദ്ദേഹം പറഞ്ഞത്, ഞാൻ തോറ്റതല്ല, ബൾബുണ്ടാക്കാൻ പറ്റാത്ത 10,000 വഴികൾ ഞാൻ കണ്ടെത്തിയെന്നാണ്. സോഷ്യൽ മീഡിയ ഇന്ന് നിങ്ങൾക്ക് ഒരു നുണ പറഞ്ഞു തരുന്നുണ്ട്. ബാക്കി എല്ലാവരും ജയിക്കുന്നു, നീ മാത്രം പുറകിലാണ്. ഇതൊരു ചതിക്കുഴിയാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ കണ്ട് നിങ്ങളുടെ കഷ്ടപ്പാടുകളെ അളക്കരുത്. ഓരോ വിജയത്തിന് പിന്നിലും വിയർപ്പിൻ്റെയും തോൽവിയുടെയും വലിയൊരു കഥയുണ്ടാകും. ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ 3 കാര്യങ്ങൾ ചെയ്യണം. ഒന്നൊരു പേപ്പർ എടുത്ത് എഴുതുക. ഞാൻ ഇത്രയും ശ്രമിച്ചു, ഇത്രയും പഠിച്ചു. നിങ്ങൾ തോറ്റതല്ല, നിങ്ങൾ പോരാടിയതിൻ്റെ തെളിവാണ് ആ പരാജയം. 2, അടുത്ത 48 മണിക്കൂർ സോഷ്യൽ മീഡിയ ഓഫ് ചെയ്യുക. മറ്റുള്ളവരുടെ ജീവിതവുമായി നിങ്ങളെ താരതമ്യം ചെയ്യുന്നത് നിർത്തുക. നിങ്ങളുടെ യാത്ര നിങ്ങളുടേത് മാത്രമാണ്. 3, നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ അത് ആരോടെങ്കിലും തുറന്നു പറയുക. അത് നാണക്കേടല്ല, ധീരതയാണ്. അർജുന് ഒരു അയൽവാസി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ഈ കമൻറ്റ് ബോക്സോ ഉണ്ടാകും. അർജുൻ ഇന്ന് ചിരിച്ചുകൊണ്ട് പറയും, അന്ന് ഞാൻ എല്ലാം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഇന്നെനിക്ക് ഈ ചിരി ഉണ്ടാകുമായിരുന്നില്ല. നിങ്ങളും ഒരു അർജുനനാണ്. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ ആ കറുത്ത രാത്രിയിലായിരിക്കും. പക്ഷേ നിങ്ങളുടെ വാതിലും ആ മുട്ടുവരും. വിധി നിങ്ങളെ തേടി വരും. അന്ന് ആ വാതിൽ തുറന്നു കൊടുക്കാൻ നിങ്ങൾ ഇവിടെ ഉണ്ടാകണം. നിങ്ങൾ ജീവിച്ചിരിക്കണം. ഒരിക്കൽ കൂടി, വെറും ഒരു തവണ കൂടി ശ്രമിക്കൂ. ഓർക്കുക, പരാജയം ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, അതൊരു കോമ മാത്രമാണ്. കഥ ഇനിയും ബാക്കിയുണ്ട്. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഒരു സുഹൃത്തിന് അയച്ചു കൊടുക്കൂ. ഒരുപക്ഷെ ഇന്ന് അയാൾക്ക് വേണ്ടത് നിങ്ങളുടെ ഈ കരുതലാകും. നമുക്ക് ഇനിയും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്